വല്ലാതെ ഭയപ്പെടുത്തുന്നൊരു വാർത്ത, ആശങ്കയുണ്ടാക്കുന്ന വാർത്ത, ഭയമല്ല. ഇറാൻ അയത്തുള്ള അലി ഖൊമൈനി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രയേലിൽ അണുബോംബിടുന്നു. ടി ജി ചിരിക്കുകയാണോ? അല്ലാതെ അയാളുടെ ആ കുന്തമില്ല. അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ കുറേയൊക്കെ അവർ ട്രൈ എന്നൊക്കെ ഉണ്ട്. ആണവശക്തിയാണെന്ന് അവകാശപ്പെടുത്തുക, അവരുടെ ഒരു ചുക്കുമില്ല. എന്താണ് ഇറാൻ്റെ മറ്റേ സൈനികോദ്യോഗസ്ഥന്മാരെ ഇവർ സിറിയയിൽ ഡമാസ്കസ് ഇറാൻ്റെ എംബസി ആക്രമിച്ചു. എംബസിയൊന്നുമില്ല, എംബസിയുടെ അടുത്ത് ചെറിയൊരു ചാവടി കിട്ടിയിട്ട് അതിനകത്തായിരുന്നു ഓപ്പറേഷൻ. ഇത് തുടക്കം മുതലേ ഇസ്രായേലിനറിയാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇറാൻ്റെ 2 പേര് വേറെ 2 പേരൊക്കെ ഇരുന്ന് ആണ് ഈ ഹിസ്ബുള്ള ഉണ്ടല്ല, ഈ ബുള്ളയെ ഇറക്കി വിടുന്നത് ഈ കക്ഷികളാണ്. കയറി അടിക്കട, അവിടെ അടിക്കട, ഇവിടെ അടിക്കട. പിന്നെ മറ്റേ അലംബൂസ് ഉണ്ടല്ലോ, ഹൂത്തിയുടെ നിയന്ത്രണവും ഇവിടെ നിന്നാണ്. ഒരു ദിവസം ഇസ്രായേൽ തീരുമാനിച്ചു ഇതങ്ങ് തീർത്തേക്കാം. ഇറാൻ്റെ 4 ജനറൽമാർ കൊല്ലപ്പെട്ടു, എംബസി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇറാൻ അവിടെ നിന്ന് ചെറിയൊരു വാണം വിട്ടു. അത് അറ്റ്മോസ്ഫിയറിന് പുറത്ത് വെച്ച് ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. ഇസ്രായേലാണോ അമേരിക്കയാണോ അത് തകർത്ത് കളഞ്ഞെന്ന് ആർക്കും അറിയാൻ വയ്യ. പക്ഷേ അതോടെ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രതികരണം അവസാനിച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, പോട്ടെ എന്ന് വെച്ചിട്ടാണ്. അവരുടെ മിസൈലൊക്കെ ഓട്ടോറിക്ഷ പിടിച്ചാൽ വന്നത് 8 മണിക്കൂറൊക്കെ എടുത്തു. അല്ലാതെ ഇതാണ് ഇറാൻ്റെ കേപ്പബിലിറ്റി. ഇറാൻ ഈ വെറുതെ വാചകമടിക്കുന്നത് ഇതാർക്കാം മനസ്സിലാകും. ഇറാന് ആ ഏരിയയിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടണം, തുർക്കിക്ക് അപ്പർ ഹാൻഡ് കിട്ടണം. കാരണം തുർക്കിയുടെയാണ് ഖലീഫ. അതെ അതെ, അവരാണ് ലോക മുസ്ലിങ്ങളുടെ ഉടമസ്ഥനിരിക്കുന്നത് തുർക്കിയിലാണ്. ഈ നമ്മുടെ മലബാർ വരെ പാവങ്ങളെ കൊന്നത് അതിൻ്റെ പേരിലാണ്. അപ്പോൾ തുർക്കിക്ക് അപ്പർ ഹാൻഡ് കിട്ടണം. സിറിയയാണ് ISISൻ്റെ വീട്. സിറിയയ്ക്ക് അപ്പർ ഹാൻഡ് കിട്ടണം, സിറിയ. ലെബനൻ ഇതൊന്നും വിടാൻ തയ്യാറല്ല. ജോർഡാൻ ഇതിൽ ഇടപെടാനേ തയ്യാറല്ല, അയാൾ മേല് നോക്കാൻ തയ്യാറല്ല, ജോർഡാൻ രാജാവ്. ഈജിപ്റ്റ് ചുമ്മാ കച്ചറയ്ക്കൊന്നും പോകേണ്ടത് നമ്മുടെ തലയിലാകും പറഞ്ഞ് ഈജിപ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഇറാൻ എന്ത് പുഴുങ്ങുമെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോയത്. ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന്. ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അങ്ങനെ റെസ്പോൺസിബിൾ കൺട്രി അല്ലല്ലോ ഇവരാരും. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നോക്കിയിട്ടൊന്നുമല്ല. ഇതിങ്ങനെ ഒരു ഹോളോ ത്രെറ്റൊക്കെ അടിക്കും. പാകിസ്ഥാൻ ഇന്ന് വരെ ഇന്ത്യയിൽ അണുബോംബ് ഇടുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മണിശങ്കരെ എന്താ പറഞ്ഞ് അവരെ ബഹുമാനിക്ക്, അല്ലെങ്കിൽ ആറ്റം ബോംബിടും. അവർ പോലും പറയുന്നില്ല. കാരണം ഈ പാകിസ്ഥാനൊരു അണുബോംബുണ്ട് എന്നുള്ളത് ഇതുവരെ അസന്നിഗ്ധമായിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി എന്ന് പറയുന്നത് കള്ളമാണെന്ന് പറയുന്ന വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരുണ്ട്. അങ്ങനെയുണ്ടോ? ദാറ്റ് വാസ് നോട്ട് എ ന്യൂക്ലിയർ ടെസ്റ്റ് അറ്റ് ഓൾ. അതിനുള്ള റീഡിങ്ങോ ഭൂചലനമോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഏതായാലും ഈ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ കേപ്പബിലിറ്റി സംശയാതീതമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെയും സംശയാതീതമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് എല്ലാവരും സാധനം കയ്യിലുണ്ട് അവരുടെ. ഇപ്പം ഇറാൻ എന്ത് ചെയ്യുമെന്നാണ് ഇസ്രായേലിനെ? ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചു വന്നോട്ടെ. ടി ജി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ കാര്യം വലിയ കൗതുകം തോന്നി. കാരണം ഇസ്ലാമിക വേൾഡിലെ ഏക ന്യൂക്ലിയർ കൺട്രി എന്നാണ് പാകിസ്ഥാൻ്റെ ഒരു പരിവേഷം. ഈ പരിവേഷമൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന്. അവർക്ക് സ്വന്തമായിട്ട് കേപ്പബിലിറ്റി ഇല്ല. അവർ ചൈനയുടെ നിന്ന് ഈ ടെക്നോളജി വാങ്ങി മലമറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിനറിയാം ഇതൊക്കെ ചെയ്തോ ഇല്ലെന്ന്. നമ്മൾ പൊഖ്രാൻ 2 നടത്തി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് വലിയ ക്ഷീണമായി, പുറകിലായി പോയി എന്നൊരു തോന്നൽ. അതിൻ്റെ ഒരു 11ാം ദിവസമോ മറ്റോ ആണ് പാകിസ്ഥാൻ ഒരു പടക്കം പൊട്ടിക്കുന്നത്. അത് ആറ്റം ബോംബാണെന്ന് എല്ലാവരും കൂടെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സുഹൃത്തായ അമേരിക്ക അങ്ങ് പ്രസിദ്ധം ചെയ്തു. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇരിക്കുന്നത് അമേരിക്കയിലാണ്. ലോകത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും അമേരിക്കക്കാരാണ്. ലോകത്തിലെ എല്ലാ ഭാഷാ വിദഗ്ധരും അമേരിക്കക്കാരാണ്. ഇത് സമ്മതിച്ചു കൊടുക്കുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അതാണ് ഇതിൻ്റെ രസം. കമ്മ്യൂണിസ്റ്റുകാർ കോട്ട് ചെയ്യുന്നത് മുഴുവൻ നോക്കിക്കോ അമേരിക്കൻ സോഴ്സാണ്. അതാ ഞാൻ പറഞ്ഞ ഭൂമിയിൽ
മാനം മര്യാദയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ, തർക്കമില്ലല്ലോ, എക്കോണമിയുടെ കാര്യത്തിലും ഒക്കെ. പക്ഷേ ജപ്പാനിൽ നിന്ന് ഒരു എക്കണോമിക് വിദഗ്ധൻ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ വന്ന് പ്രസംഗിക്കുന്നത് ഇല്ല. എന്താ വരാത്തെ? അവരുടെ എക്കോണമി അവർ ഭംഗിയായിട്ട് നടത്തുന്നില്ലേ? അവിടെയും എക്സ്പേർട്സ് ഇല്ലേ? അവർ ചില തിയറിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ പുറത്തല്ലേ ചെയ്യുന്നത്? വിജയിച്ചൊരു രാഷ്ട്രമാണല്ലോ ജപ്പാൻ. 45-ൽ നിങ്ങൾ ആറ്റം ബോംബിട്ട് തകർത്ത് കളഞ്ഞിട്ട് പിന്നെ അവൻ എണീറ്റ് വന്ന വരവ് മറ്റൊരു രാജ്യവും ഇങ്ങനെ എണീറ്റ് വന്നിട്ടില്ല. അങ്ങനെയുള്ള ജപ്പാൻ ഒരു വിദഗ്ധനെ അവരുടെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു ലൈബ്രറിയിൽ പോലും അവരുടെ പുസ്തകം കാണില്ല. അല്ല, ജിയോ പൊളിറ്റിക്സിൽ അങ്ങനെ അവർ ഇടപെടുന്നില്ലല്ലോ. അവരിടപെട്ടോ ഇല്ല എന്നുള്ളതല്ല, ദ വേ ദേ ഹാവ് മെയ്ഡ് എക്കണോമിക് പ്രോഗ്രസ്, അതിൻ്റെ രഹസ്യം എന്താണ്? അവരേത് ഫോർമുല വെച്ചാണ് അവരുടെ എക്കണോമിക്സ് ഓടിക്കുന്നത്? ഇല്ല. കാനഡയുടെ എക്സ്പെർട്ടിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആഗോളവൽക്കരണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് 90കളിൽ ഒരു കനേഡിയൻ ഒരു പുസ്തകം ഇറക്കി, ബെസ്റ്റ് സെല്ലറായിരുന്നു അത്. അയാൾ പറഞ്ഞു ആഗോളവൽക്കരണത്തിൻ്റെ കാലം കഴിഞ്ഞു. 90കളിൽ തന്നെ കഴിഞ്ഞു. ഏത് ഇന്ത്യ ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സമയത്താണ് ഇങ്ങനെ പറയുന്നത് അത് അന്ത്യമായി. കാരണം ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് അങ്ങേ അറ്റത്ത് പോയിട്ട് ഇനിയിപ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളങ്ങോട്ട് കാറ്റ് മുഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പാടിഞ്ഞോട്ട് നരസിംഹറാവു ചെയ്തുകൊണ്ടിരുന്നു. വള്ളമിറക്കി. പക്ഷേ നമുക്കന്ന് നിവൃത്തിയില്ലായിരുന്നു, നമ്മളിറക്കി. ഇങ്ങനെ പറഞ്ഞ കനേഡിയൻ എക്സ്പേർട്സിനെ നിങ്ങൾ കാണുന്നുണ്ടോ? കാനഡ ഇപ്പോൾ ഖാലിസ്ഥാൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, എക്കണോമിക് പ്രോഗ്രസിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. ഇവരൊക്കെ എവിടെ പോയി എനിക്കറിഞ്ഞു. കൂടി വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ചില എക്സ്പേർട്സ് കൂടെ ലേഖനം എഴുതുകയും പുസ്തകം എഴുതുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് നത്തിങ്. സയൻസിൽ സുനിലെടുത്ത് നോക്കൂ, സയൻസിൽ നമ്പർ 1 ജർമ്മൻസ്. ശരിക്കും ഈ ഇംഗ്ലീഷ് പഠിക്കാതെ നിങ്ങൾക്ക് സയൻസ് മനസ്സിലാകില്ല, അങ്ങനെയൊന്നുമല്ല. സയൻസാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ല. ജർമ്മനിയിൽ നിന്നുള്ള പുസ്തകങ്ങളുടെ തർജ്ജമയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. ദേ ആർ നമ്പർ 1 ഇൻ സയൻറ്റിഫിക് ഏരിയ, റിസർച്ചിലും ഇതിലുമെല്ലാം. അപ്പോൾ ഇവരൊക്കെ ചേർന്ന ഒരു ലോകത്തിൽ പാകിസ്ഥാനെ അംഗീകരിക്കുന്ന പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ട് പിന്താങ്ങുന്നവരാണ് പാകിസ്ഥാന് ന്യൂക്ലിയർ ആയുധമുണ്ട് എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. വേറെ ആരും തന്നെ ഇത് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യക്കിതറിയാം, ഉറപ്പായിട്ടറിയാം. ഒരു കാലത്ത് ഇവരുടെ കഹൂട്ട റിയാക്ടർ തുടങ്ങുന്ന കാലത്ത് ഇസ്രായേൽ പറഞ്ഞതാണ്, ഞങ്ങൾ ആ സാധനം പൊട്ടിച്ചേക്കാം, ഞങ്ങൾക്ക് നിങ്ങളുടെ രാജസ്ഥാനിൽ റീഫ്യൂൽ ചെയ്യാനൊരു സൗകര്യം തന്നാൽ മതിയെന്ന്. അന്ന് നമ്മൾ പുണ്യവാളന്മാരായതുകൊണ്ടും മഹാത്മാഗാന്ധിയുടെയും ബുദ്ധന്മാരുടെയൊക്കെ ആളായതുകൊണ്ടും നമ്മൾ കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ അണ്ടം കീറിയിട്ട് ഇസ്രായേൽ അതിൻ്റെ പാട്ടിനും പോയേനെ. ഇസ്രായേൽ ഇതും പറഞ്ഞു, നിങ്ങൾ യുണൈറ്റഡ് നേഷൻസിന് ഞങ്ങൾക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുപോകാം, അനധികൃതമായിട്ട് ഞങ്ങളുടെ രാജ്യത്തിറങ്ങി റീഫ്യൂലിംഗ് നടത്തി കാളൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രമേയം കൊണ്ടുപോകാം, എന്നിട്ട് അങ്ങ് പാസ്സാക്കിക്കോ. കാരണം ഇസ്രായേൽ ഈ പ്രമേയത്തെയൊന്നും വഹിക്കുന്ന ആളല്ല, അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമില്ല. UN ജനറൽ അസംബ്ലിയിൽ പ്രമേയം പാസ്സായി, അതുകൊണ്ട് എന്താ പോയി പണി നോക്കണം. ഇപ്പോൾ എത്ര പാസ്സാക്കിയില്ലേ? എത്ര എണ്ണം പാസ്സാക്കി. സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്താൻ പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞവൻ. അവൻ്റെ ബേസിക് ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ 130 പേരെ പിടിച്ചു വച്ചിരിക്കുന്നു. ഹമാസ് ഒരു രാജ്യമല്ല, ഭീകരവാദികളാണ്, അവരെ ഞങ്ങൾ നേരിടുന്നു. നിങ്ങളുടെ നാട്ടിൽ ഭീകരവാദം നടന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് വെടിനിർത്തലുണ്ടോ? ഒന്നുമില്ല, അവരെ ഭസ്മമാക്കുന്നവരെ വെടി തുടരും. ഇതാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇറാൻ ഇങ്ങനെ ഇറാൻ്റെ ജനറൽമാരെ കൊന്നിട്ട് ഇറാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് അവർ ആറ്റം ബോംബ് ഇടാൻ പോകുന്നത്. പോയി വരെ പണി നെതന്യാഹുവിന് നന്നായിട്ടറിയാം. നെതന്യാഹുവിന് അതുകൊണ്ട് മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ല. മൈൻഡിൽ മാത്രമല്ല, ഇറാൻ്റെ ആണവായുധം ഇനി ഉണ്ടെന്ന് തന്നെ വെച്ചോ, അത് പൊങ്ങുന്നതിന് മുമ്പേ അത് ഭസ്മമാക്കാൻ ഇസ്രായേലിന് സാധിക്കും. ദാറ്റ് ഈസ് ദെയർ കേപ്പബിലിറ്റി. പക്ഷേ ഇത് ഇത്തരം ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ തലവന്മാർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ പെരുമാറേണ്ടവരൊക്കെയാണ്. അവരിങ്ങനെ ഉത്തരവാദിത്വമൊന്നും ഇറാൻ്റെ നേതാക്കന്മാരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ടെൻഷൻ എസ്കലേറ്റ് ചെയ്യത്തില്ലേ? ഒന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം, ഈ മന്ദുകാലിൻ്റെ തൊഴിയാണ് ഇറാൻ്റെ. മന്ദുകാലിൻ്റെ തൊഴി അറിയാമല്ലോ. മന്ദുകാലി ഇങ്ങനെ വീർത്തിരിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് തൊഴിച്ചാൽ എന്തോ വലിയ കുഴപ്പം സംഭവിക്കുന്ന ആൾക്കാർ വിചാരിക്കും. മന്ദുകാലിനെ ഇതിങ്ങനെ പേടിപ്പിക്കും, തൊഴിക്കും ഞാൻ. തൊഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പഞ്ഞി പോലത്തെ ഒരു സാധനമാണെന്ന് മനസ്സിലാവുന്നത്. മന്ത് എന്ന് പറയുന്നത് ഇതിങ്ങനെ വീർത്തിരിക്കുന്നതല്ല, സാധനം സ്പോഞ്ച് പോലെ ആയിരിക്കും. അങ്ങനെയാണോ?
അതെ, മന്ത് തൊട്ട് നോക്കിയിട്ടില്ല അല്ലേ? ഇല്ല, ഇല്ല, ആ, നോക്കണ്ടൊരു സാധനം. അതിന് ഈ പറഞ്ഞ ബലമൊന്നുമില്ല, വീർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പേടിക്കുന്നുള്ളൂ. കണ്ടാൽ പേടിക്കും. അപ്പോൾ ഇതുപോലെ ഇറാൻ്റെ ഈ മന്ദകാലൻ്റെ തൊഴി കണ്ടൊന്നും ഇസ്രായേൽ പേടിക്കാൻ ഞാൻ പോകുന്നില്ല. ആദ്യം പേടിയാന്ന് പറഞ്ഞതിൻ്റെ കാര്യം അറിയോ, ഒരു ന്യൂക്ലിയർ വാർ തുടങ്ങിയാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. ഇനി അത് താങ്ങാനുള്ള ശേഷിയൊന്നും ലോകത്തിന് ഇല്ല എന്നതുകൊണ്ടാണ്. ന്യൂക്ലിയർ വാർ തുടങ്ങിയാൽ ലോകത്തെ മുഴുവനും ബാധിക്കാൻ പോകുന്നില്ല. 45-ലെ ന്യൂക്ലിയർ വാർ ഏത് ലോകത്തെ ബാധിച്ചു? ജപ്പാനെ ബാധിച്ചു. അത് US മാത്രമേ ഉണ്ടായിരുന്നു ന്യൂക്ലിയർ വാറായിട്ട്. ആയിക്കോട്ടെ, ബാക്കി ഇപ്പോൾ ഇറാൻ, ഇപ്പോൾ വേഴ്സ്റ്റ് കേസ് ഇറാൻ്റെ അണുവായുധം ഉണ്ടെന്ന് വിചാരിക്കുക. അണുവായുധം അവർ പ്രയോഗിച്ചു എന്ന് തന്നെ വിചാരിക്കുക. അത് അവർക്ക് തന്നെ ദോഷമായിട്ട് വരും. ആ അണുവായുധം അവരുടെ എയറിൽ വെച്ച് തന്നെ പൊട്ടും. അവരുടെ എയറിൽ വെച്ച് തന്നെ. ഇറാൻ്റെ ബോർഡർ കിടക്കില്ല അത്. യു ഡോണ്ട് നോ ദ ടെക്നോളജി ആൻഡ് ദ എക്സ്പെർട്ടീസ് വിച്ച് ഇസ്രായേൽ ഹാവ്. അതാണ് അവർ. അതുകൊണ്ടാണ് ഇറാൻ മറ്റേ തിരിച്ചടി വേണ്ടാന്ന് വെച്ചത്. എന്താ, ആകാശത്തിലൊരു വാണം വിട്ടിട്ട് അത് ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ തീർന്നു. നമുക്ക് പറയാൻ പറ്റില്ല. ഒക്ടോബർ 7 അതിനകത്തോട്ട് കയറി 10,500 എക്സ്പെർട്ടീസിൽ പലപ്പോഴും ഇതുപോലത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ഇസ്രായേലിന് പറ്റിയ ഒരു അബദ്ധമാണത്. സെക്യൂരിറ്റി ലാപ്സാണ്. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി മേധാവി രാജി ഓഫർ ചെയ്തു. ഇസ്രായേൽ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞിട്ട് താൻ രാജിവെച്ചു, യുദ്ധത്തിനിടയ്ക്ക് ഞങ്ങൾ ജനറലിനെ മാറ്റാറില്ല. യു മെയ്ഡ് എ മിസ്റ്റേക്ക്. അങ്ങനെ പറഞ്ഞു, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണത്. പുള്ളി പറഞ്ഞു, യെസ് യു അക്സെപ്റ്റ് ദ മിസ്റ്റേക്ക്, വി ആർ ഹാപ്പി, നോ പ്രോബ്ലം, മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ, ബട്ട് യു കണ്ടിന്യൂ. കാരണം ഈ സംവിധാനം മുഴുവൻ അറിയാവുന്നൊരു ജനറലാണ് ആ മനുഷ്യൻ. അങ്ങേർക്കൊരു പിഴവ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ മാറ്റിക്കഴിഞ്ഞ് പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ആ പുതിയ ആൾ ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ചെയ്യുന്ന ആളിന് ഒരു പിഴവ് പറ്റി ഞങ്ങൾ സഹിച്ചു. അവർ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധം വിൽ ബി പ്രൊലോങ്ങിങ്, മേ ബി ഫോർ 1 year or 2 years or 5 years. Till that time you continue, and after the war you resign. You have to take the responsibility. നിങ്ങൾ റിസൈൻ ചെയ്യണം. പക്ഷേ ഇപ്പോഴല്ല, പിന്നീട് മതി. അപ്പോൾ ഇസ്രായേൽ പേടിക്കില്ല, നമുക്കും പേടിക്കാനൊന്നുമില്ല. നമുക്കിതിനകത്ത് ഒരു സ്റ്റേക്കും ഇല്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? ഒരു ലോകയുദ്ധമൊക്കെ ആയിട്ട് മാറിയാലേ. ലോകയുദ്ധം നിങ്ങൾ ഇങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ലോകയുദ്ധം എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ആൾക്കാരെ പേടിപ്പിക്കുന്നത്. ഞാനൊരു BBC-യിലെ ഒരു ചർച്ച കേട്ടോ. അതിൽ 2 ഡിഫൻസ് എക്സ്പെർട്സ്, മൂന്നാമത്തെ ഡിസ്കഷനിലിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, എഞ്ചിനീയറാണ് അയാൾ. ഈ ഡിഫൻസ് എക്സ്പെർട്സ് പറയുന്നു, 3-ാം ലോക മഹായുദ്ധം ശുദ്ധജലത്തെ ചൊല്ലിയായിരിക്കും, കുടിവെള്ളത്തെ ചൊല്ലിയായിരിക്കും അടുത്ത യുദ്ധം. ഈ എഞ്ചിനീയർ പറഞ്ഞു, അത് ആവശ്യത്തിന് കുടിവെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധം നടക്കില്ല. എവിടെ കിട്ടും? ഇന്ന തടാകം നോക്കുക, അമേരിക്കയിലെ ഇന്ന തടാകം ഇത്രാം വർഷം വറ്റിപ്പോവും, ഇന്ത്യയിലേത് വറ്റിപ്പോവും, റഷ്യയിലേത് വറ്റിപ്പോവും, സ്വിറ്റ്സർലൻഡിലെ വറ്റിപ്പോവും എന്നൊക്കെ പറഞ്ഞ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ നിരത്തി. അയാൾ പറഞ്ഞു, ഈ വെള്ളം എന്ന് പറയുന്നത് H2O, ഹൈഡ്രജൻ്റെ 2 അയോൺ, ഓക്സിജൻ്റെ 1 അയോൺ, ഇത് തമ്മിൽ യോജിച്ചാണ് വെള്ളം ഉണ്ടാകുന്നത്. ഇത് യോജിപ്പിക്കാനുള്ള പ്രശ്നം, ഇത് യോജിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ഫോടനത്തോടെയാണ് വെള്ളം ഉണ്ടാകുന്നത്. വലിയ സ്ഫോടനം നടക്കും, വെള്ളവും ഉണ്ടാകും. ഈ സ്ഫോടനം ഭൂമിയിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഭൂമിക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളിത് സ്പേസിൽ വെച്ച് നടത്താൻ ആലോചിക്കുന്നു. പക്ഷേ സ്പേസിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന, സ്പേസിൽ വെള്ളം തെറിച്ചു പോകില്ലേ അപ്പുറത്തും ഇപ്പുറത്തും. സോ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഇത് നടത്തിയിട്ട് അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെ ചലനം ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും, ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങളിത് H2O യോജിപ്പിച്ച് വെള്ളം ഉണ്ടാക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനു മുമ്പേ ഞാൻ വെള്ളം തരും. ക്വാളിഫൈഡ് എഞ്ചിനീയർ, വി ആർ റിസർച്ചിങ് ഓൺ ദാറ്റ്. ഐ വിൽ ഗിവ് യു വാട്ടർ. വൈ ആർ യു ഫൈറ്റിംഗ്? ഡോണ്ട് വറി. ദിസ് ഈസ് ദ ഒരു ധൈര്യമുണ്ടല്ലോ അവരുടെ. ഞാൻ നാഗസാക്കിയിലെ ഒരു എഞ്ചിനീയർ, വൈസാക് സ്റ്റീൽ പ്ലാന്റിൽ, ജാപ്പനീസ് എഞ്ചിനീയറാണ്. അയാളോട് ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനിങ്ങനെ അയാൾ നാഗസാക്കി വില്ലേജിൽ നിന്ന് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ സ്ഫോടനം ഒക്കെ ഉണ്ടായിട്ടും ന്യൂക്ലിയർ ആക്രമണം അതെത്ര ഭീകരമാണ് എന്നറിഞ്ഞിട്ടും നിങ്ങൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അയാൾ കൂളായിട്ട് എന്നോട് പറഞ്ഞു, അതേ ന്യൂക്ലിയർ ഫിഷൻ ആണ് ഈ പ്രയാസം, അതിൻ്റെ എക്സ്പ്ലോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
ന്യൂക്ലിയർ ഫ്യൂഷൻ മെത്തേഡാണ് ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അത് ലെസ് ഡേഞ്ചറസ് ആണ്. അത് ആകാശത്ത് വെച്ച് ട്രൈ ചെയ്യണം ആദ്യം. എങ്ങനെ പോയാലും ഭൂമിയിൽ കടലിൽ പോലും ട്രൈ ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയാണ്. അതിൻ്റെ കോൺസിക്വൻസസ് എന്താകുമെന്ന് ഉറപ്പില്ല. സോ വി ആർ ട്രൈയിങ് ടു പ്ലാന്റ് എ ന്യൂക്ലിയർ ഫ്യൂഷൻ ഡിവൈസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. ഈ പറഞ്ഞ അൺകൺട്രോളബിൾ റേഡിയേഷനോ സംഗതിയൊന്നും വരുന്നില്ല. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജാപ്പനീസ് എക്സ്പെർട്ട് എവിടെയെന്ന് ചോദിക്കുന്നത്, ജാപ്പനീസ് എൻജിനീയേഴ്സ് എവിടെയെന്ന് ചോദിക്കുന്നത്. അവരുടെ അത്രയും ആത്മവിശ്വാസവും ധൈര്യമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ തീരെ ചെറുതുമാണ് അവർ. അതെ അതെ, എല്ലാവരും എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 26 വയസ്സായിരിക്കും. 96 വയസ്സുള്ള ആളും 26 വയസ്സിൻ്റെ വലിപ്പമായിട്ടിരിക്കും. അതാണ് ജപ്പാൻകാർ, അവരുടെ ശരീരപ്രകൃതി അതാണ്. ബട്ട് അസാമാന്യ ബുദ്ധിമാന്മാരാണ്, അസാമാന്യമായ പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരാണ്. അവർ ജീവിതം അവരെ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ സുനാമി അവരെ വിഴുങ്ങി കളഞ്ഞില്ല. അതെ അതെ, അവരുടെ ന്യൂക്ലിയർ പ്ലാന്റിൽ തന്നെ ദോഷം വന്നു. 40 പേര് ആ ന്യൂക്ലിയർ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ അതിനകത്തേക്ക് കയറി. ഈ കയറിയ 40 പേര് തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അവർ ആ ന്യൂക്ലിയർ പ്ലാന്റിനൊപ്പം വെള്ളത്തിൽ പോവും, സുനാമിയിൽ പോവും. 40 പേര് വോളണ്ടിയർ ചെയ്തു. അവർ കയറി. അവസാനത്തെ ആൾ കയറി കഴിഞ്ഞിട്ട് ആ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന വീഡിയോ വരെ അവർ കാണിച്ചു. അവസാനത്തെ ആൾ തിരിഞ്ഞു നിന്ന് ടാറ്റ കാണിക്കുന്നു. അവർ മരിക്കുന്നു ആ ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ഒപ്പം. കാരണം അവർ കയറിയിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ. അല്ലെങ്കിൽ സുനാമിയിൽ ഈ ന്യൂക്ലിയർ പ്ലാന്റ് എക്സ്പ്ലോഷൻ കൂടെ നടന്നു കഴിഞ്ഞാൽ ജപ്പാന് പിന്നെ വലിയ നാശനഷ്ടം ഉണ്ടാകും. ആ ചുറ്റുപാട് മുഴുവൻ നശിക്കും. സോ ദേ ഡിസൈഡ് 40 people we will sacrifice our life. ദിസ് ഈസ് ജപ്പാൻ. ഇവരെയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ 3-ാം ലോക മഹായുദ്ധം അത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഇറാൻ ഈസ് ആൻ ഇറസ്പോൺസിബിൾ ലീഡർഷിപ്പ്. ഓക്കെ, അവർ ചില സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, അത് കവിഞ്ഞുള്ള ഒരു പ്രാധാന്യം അതിനില്ല. ഏതായാലും വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാവും. ഷുവർ.